Rishu, happy birthday. My sister, my blood, my friend, my role model, my amma. Everything. She is everything to me. എന്താ പറയുക അവളെപ്പറ്റി എന്താ പറയാനുള്ളത് എനിക്ക് ലൈക്ക് അവളൊരു ഇൻസ്പിറേഷനാണ്, ഒരു മോട്ടിവേഷൻ ടോക്കറാണ് അവൾ. ലൈക്ക് എന്തിനും ഏതിനും അവൾക്കൊരു വാശിയാണ്, അത് നേടിയെടുക്കും എന്നുള്ള ആ ഒരു വാശി അവളിലുണ്ട്. ആ ഒരു സ്റ്റെപ്പ് വരെ അവൾ എന്തായാലും പോയി മടങ്ങി വരുന്നൊരവസ്ഥ അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷി ഹാസ് ഓൾവേസ് മൂവ് ഫോർവേഡ് ടു അച്ചീവ് എനിത്തിങ് ഇൻ ലൈഫ്. അതാണ് രേഷു. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ തന്നെ ഒരുപാട് തെറ്റുകളുടെ ഇടയിൽ നിന്ന് പോലും വന്നിട്ട് പോലും അവൾ ആ ഒരു കറേജ് എടുത്തിട്ടുണ്ട്. എപ്പോഴും മൂവ് ഫോർവേഡ് മാത്രമാണ്, ഷീ നെവർ സ്റ്റെപ്സ് ബാക്ക്വേർഡ്. അതാണ് രേഷു. ആൻഡ് ആസ് മൈ ഫ്രണ്ട്സ് സംടൈംസ് ടെൽ മീ ദാറ്റ് രേവു ഈസ് മോർ മെച്ചുവർഡ് ദാൻ രേഷു എന്ന് പറയാറുണ്ട്. ബട്ട് എന്തിരുന്നാലും ആസ് എ സിബ്ലിങ് ഐ ആം വെരി മച്ച് എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഭാഗ്യവതിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാലും അല്ലെങ്കിൽ അവൾ വിളിച്ചു പറഞ്ഞാലും വി ആർ റെഡി ടു ഹെൽപ്പ് ഈച്ച് അതർ. അതാണ് നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബർത്ത്ഡേ ആൻഡ് 40th birthday and I'm so happy to tell that my sister is 40 years and happy birthday my dearest one. All the best wishes to you and move forward again and again, and I miss you a lot. This is the time where I miss you a lot. I love you and I love you from the bottom of my heart. Back to the moon. Love you. Miss you dear. Bye. Hi Reshu. Many more happy returns of the day. I can't believe you are at 40. 2015 നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ക്രസൻറ്റ് BEd കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു, ഭയങ്കര ജാടയാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് എപ്പോഴോ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ നല്ല ഫ്രണ്ട്സായിട്ട് മാറി, ഒരേ വേവ് ലെങ്ത് ഉള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. കാരണം ഇത്രയും ഏജിൽ BEd പഠിക്കാൻ വരിക, പിന്നീട് നമ്മളെക്കാളൊക്കെ ഉഷാറായിട്ട് എല്ലാ പരിപാടികളും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ശരിക്കും നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞത്. കാരണം ഏജ് ജസ്റ്റ് എ നമ്പർ എന്ന് പ്രൂവ് ചെയ്ത, നമ്മൾ പറയാൻ മാത്രമല്ല പ്രവൃത്തിയിൽ കാണിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും അതിനൊക്കെ ചിരിച്ച മുഖത്തോടു കൂടി ഒരിക്കലും ആർക്കും മുന്നിലും തോൽക്കില്ല എന്ന വാശിയോട് കൂടി തന്നെ ജീവിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചെറിയ കാര്യത്തിന് കുശുമ്പ് പിടിക്കുക, അതുപോലെ തന്നെ മൂക്കത്താണ് ദേഷ്യം എന്നൊക്കെ പറയില്ല, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ജീവിതത്തോടുള്ള വാശിയും അതുപോലെ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടുന്നത് വരെയുള്ള കഠിന പരിശ്രമത്തിലൂടെ അത് നേടുന്നത് വരെ ഉള്ള ഒരു പ്രവർത്തന മികവും ഒക്കെ പ്രശംസിക്കാതിരിക്കാൻ സാധിക്കില്ല. അതൊക്കെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകുന്നതാണ്. അപ്പോൾ എനിവേ ഇനിയുള്ള ജീവിതത്തിൽ ഉടനീളം ഒരുപാട് വർഷം സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കുടുംബമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. Happy birthday Rishu. God bless you dear. May all your wishes come true. Have a wonderful birthday blast. Many happy returns of the day. Love you Rishu. Happy birthday Reshmali. Stay blessed. Wishing you many more candles to blow Reshu. क्या खूब रब ने किया, बिन मांगे इतना दिया, वरना है मिलता कहाँ तुझ जैसा यार यहाँ. Happy to you. May you have a good one and a great birthday. സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ രേഷ്മനെ കുറിച്ച് 2 വാക്ക്. രേഷ്മ, താൻ അടിപൊളിയാടോ, യു റോക്ക് മാൻ. ഹാപ്പി ബർത്ത്ഡേ രേഷ്മ മാം. യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ. രേഷ്മ മാമിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ജീവിതത്തോട് രേഷ്മ മാമിന് തോന്നുന്ന പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. എന്ത് വിഷമമുണ്ടായാലും എന്തൊരു പ്രതിസന്ധി വന്നാലും രേഷ്മ മാം അതിനെ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. രേഷ്മ മാമിന് എല്ലാവിധ സന്തോഷങ്ങളും ഞാൻ വിഷ് ചെയ്യുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ വെയിറ്റ് ഒന്നും നോക്കിയില്ല കേട്ടോ. 16th January 1985 ഞാൻ ജനിക്കുന്നത്. അതും അബുദാബി കോർണിഷ് ഹോസ്പിറ്റലിൽ വൈകിട്ട് 6:40 എൻ്റെ ജനനം. ഇതുവരെ എത്തി ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനെ
എൻ്റെ പുതിയൊരു ദിനം തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ കുളിച്ചില്ല, കുളിക്കണത്രേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി കാലും കൈയൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ചില സമയത്ത് ഇച്ചിരി മടിയൊക്കെ പിടിക്കും വൈകിട്ടൊക്കെ ആകുമ്പം. എന്നാലും പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ ശബ്ദമൊക്കെ പോയി കിടക്കുക കേട്ടോ. സ്കൂളിൽ റിവിഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങ് പോയി. പിന്നെ പ്രാർത്ഥിച്ചു. ഒബ്വിയസ്ലി പ്രാർത്ഥിക്കുമ്പം കരയും. എപ്പോഴുമുള്ള ഒരു പ്രശ്നമാണത്. അത് ഒരുപാട് സങ്കടങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാവാം, എനിക്കറിയില്ല. കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കാറ്. സാരമില്ല. അപ്പോൾ ദാ ഞാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഖത്തറിൽ തന്നെ റോസി ബ്ലൂ ടൈലേഴ്സ് എന്ന് പറയുന്ന അവരുടെ അടുത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. അവർ തന്നെ മെറ്റീരിയൽ എടുത്ത് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അച്ഛൻ വിളിച്ചു, അമ്മ വിളിച്ചു, 2 അമ്മമാരും വിളിച്ച് സംസാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ അവർ വിളിച്ചു കേട്ടോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് തരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. ബട്ട് അമ്മ ഇപ്പോൾ ഓക്കെയാണ്. ഇനി ഞാൻ നാട്ടിൽ പോകട്ടെ, അമ്മയെ കുറച്ചും കൂടി ഉഷാറാക്കണം. ഇതെൻ്റെ വേറൊരു അമ്മ. അപ്പം എല്ലാ അമ്മമാരും വിഷ് ചെയ്തപ്പം ഒരുപാട് സന്തോഷം. സ്കൂളിലെത്തിയതും ബ്ലാക്ക് ബോർഡൊക്കെ നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. കുട്ടികളുടെ ഓരോ എഴുത്തും കാര്യങ്ങളും ബലൂണും ഒന്നും പറയണ്ട. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ സ്പീക്കേഴ്സൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുക. യേശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ലൈക്ക് മൈ എൽഡർ സിസ്റ്റർ ആൻഡ് ഓൾസോ ലൈക്ക് എ മോട്ടിവേറ്റർ. എല്ലാ രീതിയിലും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ ലൈഫിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യേശുവിൻ്റെത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈഫിലെ ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കത്തുള്ളൂ. അതിനെ വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ അല്ല, ഇനി അങ്ങോട്ട് വരുന്ന ബർത്ത്ഡേയും എല്ലാം തന്നെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ മുന്നോട്ട് പോകാൻ ഞാൻ ആശംസിക്കുന്നു. Apart from that, I thank you for all the love and concern you have given to me and love you dear. പിന്നെ ഇന്ന് സ്കൂളിൽ നിന്ന് ഈ ട്രീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു കട്ട്ലറ്റ് കിഴത്തിൽ കഴിച്ചു. പിന്നെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഇന്നലെ കറിയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ ചോറും തൈരും ഒരു മീൻ വറുത്തതും ബാക്കിയുണ്ടായിരുന്നു. അതും കഴിച്ച് വേഗം അടുക്കളയിലേക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് നീങ്ങി. കാരണം ഇന്നെല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ്. കണ്ണരിന്നേ സമയം 3:30 അവരൊരു 5:30 ആകുമ്പോഴേക്കും അവരെത്തും. അപ്പോഴേക്കും എൻ്റെ ബിരിയാണി ആയാൽ മതിയായിരുന്നു. 3-4 കോഴിയുണ്ട് കേട്ടോ മുറിക്കാൻ. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് എനിക്കിഷ്ടം വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പുറത്ത് പോയി കഴിച്ചാൽ പറയാം. പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടണമെങ്കിൽ ഒക്കെയാണ്. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും തട്ടുമുട്ടി ജീവിച്ച് പോകാം എന്നുള്ള രീതിയിലാണ്. എന്തായാലും എനിക്കിന്ന് ഒരുപാട് സന്തോഷം. എന്നാലും ശരി, സങ്കടവും അതിൻ്റെ കൂടെ ഉണ്ട്. സാരമില്ല. ദുഃഖവും സങ്കടവും സങ്കടവും സന്തോഷവും എല്ലാം അടങ്ങിയതാണല്ലോ ജീവിതം. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം വീഡിയോ എടുക്കലും കുക്കിങ്ങും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ക്ലിപ്സായിട്ട് ഞാനിന്ന് ഇടാം. ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലിയും എന്ന വിഷയത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി. ഗോഡ് ബ്ലെസ് യു ടു കേട്ടോ. നിങ്ങളൊക്കെയാണ് എൻ്റെ വലങ്കൈ, നിങ്ങളൊക്കെയാണ് എൻ്റെ ധൈര്യം. എന്നെ സ്നേഹിക്കാത്തവർ ഈ ലോകത്ത് ആയ 2-3 ഐറ്റംസേ കാണും. അവർക്കൊക്കെ ഞാൻ എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടാവേ. ഫുഡ് വാങ്ങിച്ചു കൊടുക്കലും ഫുഡിന് ചിലവിനുള്ള പൈസ അയച്ചു കൊടുക്കലൊക്കെ ഞാനായിരുന്നു. എല്ലാത്തിനും കൂടെ നിന്നിട്ട് അവസാനം പുറംകാലം കൊണ്ട് തട്ടി അടിക്കുക. അവർക്കൊക്കെ നല്ലത് വരുമെന്ന് വിചാരിച്ച് നിന്നാലേ നമ്മളൊക്കെ മനസ്സ് ശുദ്ധമാണ്. പെട്ടുപോയതാണ്, ചതിക്കുഴികളിൽ പെട്ടുപോയതാണ്. ചിരിച്ചു കളിക്കുന്നവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരാണെന്ന് കണ്ണടിച്ച് വിശ്വസിച്ചു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ എൻ്റെ തെറ്റ്. എന്തായാലും ആ തെറ്റ് റിയലൈസ് ചെയ്തു അല്ലേ. നമ്മൾ തെറ്റ് റിയലൈസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യന്മാരാവുന്നത്. പിന്നെ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക അല്ലേ. പിന്നെ പണി കൊടുക്കുക, അത് ദൈവം കൊടുത്തോളും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളും അവർക്കത് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരും തമ്മിൽ എന്താ വ്യത്യാസം? കൊടുക്കാൻ അറിയാഞ്ഞിട്ടോ പേടിച്ചിട്ടോ ഒന്നുമല്ല. അവിടെ വെക്കട്ടെ, എല്ലാം ദൈവം, അവർക്കും മക്കളൊക്കെ ഉണ്ടല്ലോ, കൊടുത്തോട്ടെ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വരാം, എന്നിട്ട് വരാം കേട്ടോ. നമ്മൾ വേറൊരാൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഫുഡ് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇന്ന് ഉള്ളിയൊക്കെ നല്ല സ്ലൈസ് ആയിട്ട് ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്നെ കൊണ്ടാകുന്ന പോലെ. അപ്പോൾ ഞാനും എൻ്റെ മക്കൾ മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഉള്ളിയൊക്കെ ഏതൊക്കെ രീതിയിലാവും. ട്രയാങ്കിളും കോണും സ്ഫിയറും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി, ഗ്രേവി റെഡിയായി, ബിരിയാണി ഇവിടെ റെഡിയായി, ചിക്കൻ ഫ്രൈ ആയി, എല്ലാം റെഡിയായി അവിടെ ഇരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാണ് അവർക്ക് വേണ്ടിയിട്ട്.
സത്യം പറഞ്ഞാൽ ടയേർഡായിട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് നമ്മുടെ മുടിമുറിച്ച പെൺകൊച്ച് തന്ന ഗിഫ്റ്റാണ് ഒരു ചുരിദാർ. എന്തായാലും അവർ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒരാൾ മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ കൊച്ചനിയത്തി, അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതാ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് കേട്ടോ. എന്റെ പൊന്നെ എന്തുവാണ് ഇതൊക്കെ? താങ്ക് യു. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാൻ പറയാം, എന്റെ ക്ലാസ്സിലെ എന്റെ സ്റ്റുഡന്റിന്റെ അമ്മ ഗിഫ്റ്റ് തന്നതാണ്. രേഷ്മ മാമിന് കിട്ടിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും ഇതേ ഉള്ളൂ എന്ന്. അല്ല ഗൈസ്, ഇതായിരിക്കും വേറെ ഉണ്ട് ഗൈസ്. നോക്കട്ടെ, 1 2 3 4 5 ഇത് ഈ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ ഗൈസ്, ഇതിന് അടുത്ത ബോക്സ് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. Happy birthday, sending you heartfelt wishes on your birthday. Enjoy your day to the fullest. From my class student. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കേക്ക് മുറിക്കുകയാണ്. അതിൽ ബ്ലൂ ഡ്രസ് ഇട്ട നമ്മുടെ മാം ജനുവരി 25നും, ഗ്രീൻ ഡ്രസ് ഇട്ട എൻ്റെ മാം ഫ്രണ്ട് ജനുവരി 4നും, എൻ്റെ ഇന്ന് ജനുവരി 16 സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കേക്ക് മുറിച്ച് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അവരൊരു 9:30 10 ആകുമ്പോഴേക്കും അവർ ലീവ് ചെയ്തു. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തണുത്ത് കുറച്ചിരിക്കുവാണ്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം, കാരണം എനിക്ക് ഇങ്ങനെയുള്ള കോ ടീച്ചേഴ്സ് ഫ്രണ്ട്സായിട്ട് കിട്ടിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മുടെ കുറവുകളും നമ്മുടെ എല്ലാം മനസ്സിലാക്കി നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് എനി ഈഗോ, വിത്തൗട്ട് എനി ഹേറ്റ്രഡ്, സപ്പോർട്ടിങ് ഈച്ച് അതർ, വെദർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ദേ ഹാവ് ഓൾ ദി ഇക്വാലിറ്റി ആൻഡ് വി സപ്പോർട്ട് ഈച്ച് അതർ. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് ഞാൻ പറയുന്നത്. മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റാൻ ക്ഷമിക്കും ഒക്കെ ചെയ്യാമല്ലേ. ബട്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു സപ്പോർട്ടിങ്, സാരമില്ലടാ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കാൻ ഒരാളുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേറെ സ്കൂൾസിൽ മാറിപ്പോയാലും ഈ ഒരു ടീം എപ്പോഴും കൂടെ ഉണ്ടാവും. താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്.